തെരഞ്ഞെടുപ്പ് ചൂടിങ്ങെത്തി. പലയിടത്തും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഒരു തീരുമാനവും ഇല്ലാണ്ട് സീറ്റിന് വേണ്ടി പിടിവലി കൂടുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് UDF. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്, ഇതിനൊരു അവസാനമില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPI, CPI സീറ്റുകളിലെ സ്ഥാനാർത്ഥികളിൽ ആരൊക്കെയാണെന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. 20 സീറ്റും ഞങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ UDF ഇതൊക്കെ കാണുന്നുണ്ടാവോ? തെരഞ്ഞെടുപ്പ് സമം സീറ്റിന് വേണ്ടി അടിയെന്നാണല്ലോ UDFന്റെ ആപ്തവാക്യം. അതെ, അപ്പുറത്തുള്ളവരൊക്കെ പ്രചാരണം വരെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്നെങ്ങനെ വല്ല തീരുമാനം ഉണ്ടാവോ? അറ്റ്ലീസ്റ്റ് ലീഗിന്റെ 3ാം സീറ്റിന്റെ കാര്യത്തിലെങ്കിലും. ഒരു അനിശ്ചിതവും ഞങ്ങൾക്കില്ല. മുസ്ലിം ലീഗിന് അനിശ്ചിതമുള്ളതായിട്ട് നിങ്ങളോട് അവരാരും പറഞ്ഞിട്ടുമില്ല. ഒരു അനിശ്ചിതത്വവും ഇല്ല. കാരണം സമരാഗ്നി പരിപാടി നടക്കുന്നത് കൊണ്ട് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി അവരും കൂടി പങ്കെടുത്താലല്ലേ UDFന്റെ യോഗം കൂടാൻ പറ്റും. ആഹാ, ഹസ്സൻജിയുടെ കോൺഫിഡൻസ് ഉണ്ട്. UDFിൽ ഒരു പ്രശ്നമില്ല, ഒക്കെ സെറ്റാണ്. കോൺഗ്രസിന്റെ സമരാഗ്നി പരിപാടി നടന്നുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകണത്. അല്ലാണ്ട് ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചുകൊണ്ട് അവരെ പിണക്കണോ അതോ അവർക്ക് 3ാം സീറ്റ് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. നമ്മുടെ നേതാക്കളൊക്കെ ഭയങ്കര ബിസി ആൾക്കാരല്ലേ. ഹെലികോപ്റ്ററിലിരുന്ന് മണ്ഡലങ്ങളിലേക്ക് സതീശേട്ടൻ പറഞ്ഞു നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനോ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനോ ഒക്കെ എവിടുന്ന് നേരം കിട്ടാനാന്നേ. അതെ, ലോക്സഭയിലേക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ രാജ്യസഭയിലേക്കെങ്കിലും ലീഗിന് സീറ്റ് കൊടുക്കോ? എന്തുട്ടാ തീരുമാനം പെട്ടെന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. സീറ്റ് ഇന്ന് കിട്ടും നാളെ കിട്ടും പറഞ്ഞ് പാവൻ ലീഗ് നേതാക്കൾ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ ചർച്ചയിലേക്ക് പോയില്ല. രാജ്യസഭ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. 1-2 ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. അല്ലെ, ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ, അതിനൊരു അവസാനം കാണാനുമില്ലേ? ഇപ്പം തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞ് ലീഗ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. LDFന്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്നേ ഞങ്ങളെ പരിഗണിച്ചേനെ, എന്നേ കൂടുതൽ സീറ്റ് കിട്ടിയാനെന്ന് അവർ ചിന്തിച്ചാൽ തീർന്നുട്ടാ. അല്ല, ശരിക്കും എന്താണ് ചർച്ചിച്ച് ഒരു തീരുമാനത്തിലെത്താൻ ഇത്ര മാന്തം? അത് സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ സംസാരിക്കാനുള്ള നേരം കിട്ടുന്നില്ല. പിന്നെ മാത്രമല്ല, എലക്ഷൻ്റെ ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതെ, ഇത് നേരത്തെ പറഞ്ഞ സംഭവമാണ്. ധൂർത്തില്ലാത്തൊരു പ്രത്യേകതരം ഹെലികോപ്റ്റർ. മുരളീധരൻജി പറഞ്ഞത് കേട്ടില്ലേ, ഒന്നിരിക്കാൻ പോലും നേരമില്ല. അത്രയ്ക്ക് ബിസി ഷെഡ്യൂൾ അല്ലേ. ആ നേരത്തെ സീറ്റിന്റെ പിടിവലിയും പരിഗണനയൊക്കെ ആര് നോക്കാൻ പോണത്? അതെ, മുരളീധരയുടെ കാര്യങ്ങൾ സീരിയസ് ആണ്. അപ്പുറത്തുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എല്ലാം സെറ്റാക്കി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ സീറ്റിന്റെ പേരിൽ പിടിവലി കൂടുന്നത് മോശം കേട്ടാ. അതുപോട്ടെ, ലീഗിന് 3ാം സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ. 50 വർഷത്തിന്റെ ഇടയിൽ ആകെ 12 മുസ്ലിം MP-മാരെ ലോക്സഭയിൽ എത്തിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുക്കേണ്ടതല്ലേ? അതിനുള്ള യോഗ്യത CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5-6 ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ലീഗിന് 5-6 സീറ്റ്. ആഹാ, ഇതാണ് ലീഗ് സ്വപ്നം കണ്ട UDF. മുരളീധരേട്ടനെങ്കിലും അവരുടെ മനസ്സറിയാൻ പറ്റിയല്ലോ. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി. അല്ലെങ്കിൽ ഇന്ന് എന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ, നിന്നെ ഞാൻ കൊല്ലുടാ. അപ്പൊ മുരളീധരേട്ടന്റെ അഭിപ്രായത്തില് ലീഗിന് 3-5 സീറ്റിന് അർഹത ഉണ്ടെന്നാണ് പറയണത്. കുറച്ചധികം കാത്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ ലീഗ് നേതാക്കൾക്ക് പറ്റിയല്ലോ. സന്തോഷായി. നന്ദി മുരളീധരേട്ട, 1000 നന്ദി. അതല്ല മുരളീധരന്റെ അഭിപ്രായം. ഞങ്ങള് കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ UDF കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കില്ലല്ലോ. നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് കാര്യത്തിലും ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. CPIന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പോലും അത്രയും ക്ഷണിച്ചിട്ടും ലീഗ് പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാ? കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട്. അവസാനം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 3ാം സീറ്റ് വേണമെന്നുള്ള ആഗ്രഹമായിട്ട് ഓടി ഇങ്ങടല്ലേ വന്നത്. അപ്പോഴും അപമാനവും ഒറ്റപ്പെടുത്തലും അവഗണനയും മാത്രം. മടുത്തു ഈ ജീവിതം. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. ലീഗ് നേതാക്കൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കാൻ ഇവിടെ വേറൊരാളുണ്ട്. ആരാ? ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ, കൈക്കരുത്തിനാൽ ആകാശത്ത് വെച്ചും അംഗം വെട്ടുന്ന പോരാളി, സാക്ഷാൽ EP ജയരാജൻ. മുസ്ലിം ലീഗ് അവരുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിൽ സീറ്റുകൾ നേടി ജയിച്ചു വരുന്നത്. അത് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ നീതി മുസ്ലിം ലീഗിനോട് കാണിച്ചില്ല. അവരെ അവഗണിക്കുന്നൊരവസ്ഥയാണ് സ്വീകരിച്ചത്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അപ്പോൾ ലീഗിന് 4, 5, 6 സീറ്റിന് വരെ യോഗ്യത ഉണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ അഭിപ്രായം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് MM ഹസൻ പറയണത്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പേരുണ്ടായിട്ടും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഐക്യമില്ലാത്തത് എന്താണ്? എന്ത് കാര്യമാണെങ്കിലും എന്നും അടി ഇടി പൊടി പൂരം. സമരാഗ്നി പരിപാടി ഉള്ളതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാവാത്തതെന്നാണല്ലോ പറയണത്. ആ പരിപാടി കഴിയുമ്പോഴെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാവോ? അതിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാക്കാനും പാർട്ടി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഏതാണ്ട് CPIയുടെ ഓരോ സ്ഥലത്ത് നിന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിപ്പോൾ കുറച്ച് പേര് ഉണ്ടല്ലോ. CPIയുടെ ഓരോ സ്ഥലത്ത് നിന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിപ്പോൾ കുറച്ച് പേര് ഉണ്ടല്ലോ. ഓ അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ നിയമസഭയിലേക്കോ എവിടേക്കാന്ന് വെച്ചാൽ മുരളീധരേട്ടൻ വരാട്ടോ. എന്താ ചെയ്യാ, എല്ലാ കാര്യത്തിനും മുരളീധരേട്ടൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. അപ്പൊ എന്താ അവസ്ഥ? ലീഗിന്റെ കാര്യത്തില് ചർച്ച ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ അല്ലേ? അല്ല, അതിനൊക്കെ എല്ലാം സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്കുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്കില്ല. കാരണം എന്താ വെച്ചാൽ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞെങ്കിൽ 3 സീറ്റിൽ ഇതിനെ ഒതുക്കുന്നതാണ്. ഞങ്ങൾ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കും. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും. അല്ല, അത് സംസാരിക്കുകയല്ലേ. സംസാരം കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാം. സംസാരിച്ചോ എത്ര വേണമെങ്കിലും സംസാരിച്ചോ. തെരഞ്ഞെടുപ്പ് തീരുമ്പോഴെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കണ്ടാ മതി. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ ഓരോ മുന്നണിയും ഓരോ തന്ത്രങ്ങൾ പുറത്തിറക്കണ്ടല്ലോ. നിങ്ങളൊക്കെ അവിടെ തന്ത്രങ്ങളും പുറത്തിറക്കിയിരുന്നു കേട്ടാ. നമ്മുടെ ജിമാരെ വെറൈറ്റി പാട്ടൊക്കെ ഇറക്കി ഫുൾ എന്റർടൈൻമെന്റ് മോഡിലിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അല്ലേ, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി സുരേന്ദ്രൻജിയുടെ പദയാത്രയുടെ പാട്ട് കേട്ടാലോ. ഹൈ, നെറ്റി ചുളിക്കല്ലേ, കേൾക്കുമ്പോ മനസ്സിന് കുളിര് കോരുന്ന ഒരു ഐറ്റാണെന്നേ. ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ, കേൾപ്പിച്ചു കൊറടാ. അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ. എന്താ ഇത്? അടിക്കരുത്. മാറിപ്പോയതാ. ഓർമ്മടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല. എടാ, ഒന്ന് ശരിയാക്കടാ. അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ. അവന്റെ അമ്മൂമ്മയുടെ പാട്ടുപട്ടി. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്ര ഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടരെ. ആഹാ, എത്ര നല്ല വരികൾ. അയ്യോ, സങ്കടപ്പെടല്ലേ ജി. ഇനി ആരും ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞ് സുരേന്ദ്രൻജിനെ വീണ്ടും സങ്കടപ്പെടുത്തരുത് കേട്ടോ. ഇതിനെല്ലാത്തിനും പ്രശ്നം BJPയുടെ IT സെല്ലാണ്. IT സെല്ലിന്റെ ചെയർമാനെതിരെ നടപടി വേണമെന്ന് കേന്ദ്രത്തോട് പറയാം സുരേന്ദ്രൻജി. അപ്പൊ ഈ ക്ഷീണം അങ്ങോട്ട് മാറിക്കോളും. BJPയെ പ്രതിരോധത്തിലാക്കിയ പ്രചാരണ ഗാന വിവാദത്തിൽ സംസ്ഥാന IT സെൽ കൺവീനർ S ജയശങ്കറിനെതിരെ നടപടി വേണ്ടെന്ന് പ്രകാശ് ജാവ്ദേക്കർ. ഇത്തരം പിഴവുകൾ സാധാരണയാണെന്നും നടപടിയെടുക്കേണ്ടതില്ലെന്നും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. പാട്ടിട്ട് നാറ്റിച്ചതിനെതിരെ കേന്ദ്രം നടപടിയെടുക്കുമെന്ന് വിചാരിച്ചപ്പോ അവിടെ അവഗണന. പാവം ഞങ്ങളുടെ സുരേന്ദ്രൻജി. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ വിധി. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.